തിരുവനന്തപുരം ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട 2.5 വയസ്സുകാരിയുടെ അമ്മ ശ്രീതു സാമ്പത്തിക തട്ടിപ്പിൽ അറസ്റ്റിൽ. ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിലാണ് അറസ്റ്റ്. ശ്രീതുവിനെതിരെ 10ഓളം പരാതികൾ ഉയർന്നിട്ടുണ്ടെന്ന് SP സുദർശൻ പറഞ്ഞു. ബാലരാമപുരത്ത് നിന്ന് ബിനിൽ ലീല സാബ് ചേർന്നു. ബിനിൽ, പോലീസ് പറയുന്നത് എന്താണ്? ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ ശ്രീതുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? സേതു, ഈ കേസിൽ ശ്രീതുവിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്പസമയത്ത് തന്നെ പുറത്തേക്ക് കൊണ്ടുവരും. പിന്നീട് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമെന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ദേവസ്വം ബോർഡിൽ ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. സെക്ഷൻ ഓഫീസറാണ് എന്ന് പറഞ്ഞാണ് തട്ടിപ്പ് നടത്തിയത്. ബാലരാമപുരം അന്തിയൂർ സ്വദേശിയെ ഷിജു എന്നയാളെയാണ് പറ്റിച്ചത് അല്ലെങ്കിൽ വഞ്ചിച്ചത്. അതിൽ 10 ലക്ഷം രൂപയുടെ നഷ്ടം ഇയാൾക്കുണ്ടായിട്ടുണ്ട്. ഇയാളുടെയും ഭാര്യയുടെയും പക്കൽ നിന്ന് പലതവണയായി 10 ലക്ഷം രൂപ വാങ്ങിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത്. അത് ഈ ചോദ്യം ചെയ്യലിൽ ശ്രീതു സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് തെളിവുകളും പോലീസിന്റെ പക്കലുണ്ട്. അതിനുശേഷമാണ് ഈ കേസ് എടുക്കുകയും FIR ഇടുകയും പിന്നീട് അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. 3ഓളം പരാതികൾ നിലവിൽ പോലീസിന് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല 10ഓളം ആളുകൾ പരാതിയുമായി രംഗത്തുണ്ട് എന്നാണ് നമുക്കിപ്പോൾ പോലീസിന് ലഭ്യമാകുന്ന വിവരം. നേരത്തെ SP സുദർശൻ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ ദേവസ്വം ബോർഡിൽ ഡ്രൈവറായി ജോലി നൽകാം, സെക്ഷൻ ഓഫീസറാണ്, അതിനായി ഒരു വ്യാജരേഖ ചമക്കുകയും ചെയ്തു. അപ്പോയിൻമെന്റ് ഓർഡറാണ് ചമച്ചത്. അതിൽ ഈ സെക്ഷൻ ഓഫീസറായി ഒപ്പും സീലും അടക്കം ഈ ശ്രീതു രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് തെളിവായി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇത് പ്രകാരമാണ് ഇപ്പോൾ കേസ് എടുത്തിട്ടുള്ളത്. കൂടുതൽ പരാതി വന്നാൽ കൂടുതൽ കേസ് എടുക്കുമെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഞാനിപ്പോൾ ഉള്ളത് ബാലരാമപുരം സ്റ്റേഷനിലാണ്. ഇപ്പോൾ ശ്രീതുവിനെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. SP ഉണ്ടായിരുന്നു നേരത്തെ, അദ്ദേഹം ഇപ്പോൾ പുറത്തേക്ക് പോയി. DVSP അടക്കമുള്ള ആളുകൾ ഇപ്പോൾ അകത്തുണ്ട്. ഈ ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അല്പസമയത്തിൽ പുറത്തേക്ക് കൊണ്ടുവരികയും പിന്നീട് മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, ഈ 2 വയസ്സുകാരിയെ ദേവിയുടെ ഒരു കൊലപാതകമാണ്. അതുമായി ഈ ശ്രീധുവിന് നേരിട്ട് ബന്ധമുണ്ടോ എന്നുള്ള കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇന്നത്തെ ചോദ്യം ചെയ്യലിലും അക്കാര്യം വിശദമായി തന്നെ ചോദിച്ചറിയുകയും ചെയ്തു. പക്ഷേ അതുമായി ചേർത്ത് വയ്ക്കുന്ന തെളിവുകൾ പോലീസിന് ഇപ്പോൾ ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത് പുറത്തേക്ക് പോലീസ് പറയുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാളെ എന്തായാലും പ്രധാന പ്രതിയായ ഹരികുമാറിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കവുമായി മുന്നോട്ട് പോവുകയാണ്. അതായത് നാളെ കസ്റ്റഡി അപേക്ഷ നൽകും. 5 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാകും നൽകുക എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കസ്റ്റഡിയിൽ ലഭിച്ചാൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും എന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. പ്രത്യേകിച്ച് ഈ ശ്രീതുവും ഹരികുമാറും തമ്മിലുള്ള ഫോൺ സംഭാഷണം, അതായത് വാട്സാപ്പ് ചാറ്റുകൾ തിരിച്ച് എടുക്കേണ്ടതുണ്ട്. അത് പോലീസിന് ലഭ്യമായിട്ടില്ല. അത് ലഭിച്ചാൽ കൂടുതൽ തെളിവുകൾ എന്താണ് കൊലയ്ക്ക് കാരണമെന്ന് പൂർണ്ണ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ശ്രീധുവിന് മുന്നിലേക്ക് വെച്ച ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത മൂലം, അതിന് അനുകൂല നിലപാടെടുക്കാത്ത മൂലം കുഞ്ഞിനെ കൊലപ്പെടുത്തി എന്നാണ് നമുക്ക് ഇപ്പോൾ കുറ്റപത്രമടക്കം ഈ റിമാൻഡ് റിപ്പോർട്ട് അടക്കം വായിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിൽ കൂടുതൽ വ്യക്തത വേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഈ ഹരികുമാർ ചില മാനസിക പ്രശ്നങ്ങൾ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. കസ്റ്റഡി ലഭിച്ചാൽ തന്നെ ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ ഒപ്പം ഇരുത്തിയാകും അദ്ദേഹത്തെ ചോദ്യം ചെയ്യുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ എന്തായാലും ശ്രീധുവിനെ അല്പസമയത്തിനുള്ളിൽ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കും. ശരി ബിനിൽ, ഇപ്പോൾ SP സുദർശൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ ലഭ്യമാണ്. ഈ മരണപ്പെട്ട കുട്ടിയുടെ അമ്മ ശ്രീതു, അവരുടെ പേരിൽ ഷിജു എന്ന് പറഞ്ഞ ആളൊരു പരാതി നൽകിയിരുന്നു. ആ പരാതിയിൽ 10 ലക്ഷം രൂപ അവർ ചീറ്റ് ചെയ്തെന്നുള്ളതും ആണ് പരാതി. അതിനെക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇവർ പൈസ ചീറ്റ് ചെയ്തിട്ടതായും അതുപോലെ തന്നെ ചില രേഖകൾ കൃത്രിമമായിട്ടുണ്ടാക്കിയിട്ടുള്ളതായും തെളിവ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചീറ്റിംഗ് ആൻഡ് ഫോർജറിക്ക് ഇവരെ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരൊന്ന് കോടതിയിൽ ഹാജരാക്കും. 10ഓളം ആളുകളിൽ നിന്ന് പൈസ വാങ്ങിച്ചതായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ നിജസ്ഥിതി മനസ്സിലായെങ്കിൽ മാത്രമേ അത് കൃത്യമായിട്ട് പറയാൻ സാധിക്കൂ. എത്ര FIR ഒരു FIR ആണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്.